എൻ്റെ വയറ് ഫുള്ളാണ്, എനിക്കൊരു ഇത്തിരി പോലും ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക അറിയോ? ഐ ആം സ്റ്റഫ്ഡ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഐ ആം സ്റ്റഫ്ഡ്, ഐ കുഡിൻ ഈറ്റ് അനദർ ബൈറ്റ്. അടുത്ത യൂസേജ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, അല്ലെങ്കിൽ ഞാനും കൂടെ വരാം. അങ്ങനത്തെ നമ്മളൊരു അഗ്രി കൊടുക്കൂലേ, ഒരു സമ്മതം കൊടുക്കൂലേ, അതിന് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഐ ആം ഇൻ എന്ന് പറയാം. ഇറ്റ് മീൻസ് ഐ വിൽ ജോയിൻ, ഐ അഗ്രി വിത്ത് യു എന്നൊക്കെ പറയാം. തേർഡ് വൺ, ഐ ആം ബ്രോക്ക്. എന്താണ് ഇതിനർത്ഥം? ഐ ആം ബ്രോക്ക് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പൊട്ടുക എന്നല്ല അർത്ഥം. ഐ ആം ബ്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് നോ മണി, ഞാൻ ആകെ ദാരിദ്ര്യത്തിലാണ്, ഞാൻ ഫിനാൻഷ്യൽ ഇഷ്യൂയിലാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ഐ ആം ബ്രോക്ക് എന്ന് പറയും. ഐ ആം ബീറ്റ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ അടിക്കുക, ആ ഒരു അർത്ഥമല്ല ആ ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ക്ഷീണിതനാണ്, ഐ ആം ടയേർഡ്, ഐ ആം ടോട്ടലി എക്സോസ്റ്റഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഡിയം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനൊക്കെ മാക്സിമം നിങ്ങൾ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. താങ്ക് യു.